നമ്പൂതിരിപ്പാടും കേശവൻ നമ്പൂതിരിയും കൂടി കേശവൻ നമ്പൂതിരിയുടെ അറയിൽ കടന്നു ചെന്നു. ലക്ഷ്മിക്കുട്ടിയമ്മയെ അറയിൽ കണ്ടില്ല. ഇന്ദുലേഖയുടെ ദാസി അമ്മു അറയിൽ നിന്ന് അടയ്ക്ക കഷ്ണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അമ്മു എന്ന സ്ത്രീയും കണ്ടാൽ നല്ല ശ്രീയുള്ള ഒരു സ്ത്രീയാണ്. ഏകദേശം 25 വയസ്സ് പ്രായമുണ്ട്. കേവലം വീട്ടുപണിയെടുക്കുന്ന ദാസികളുടെ കൂട്ടത്തിലല്ല. ഇന്ദുലേഖയ്ക്ക് വളരെ താല്പര്യമായിട്ടാണ്. കാതിൽ ഒഴുക്കൻ മാതിരി തോടകളും കഴുത്തിൽ വെളുത്ത നൂലിന്മേൽ ചുവന്ന കല്ലുവെച്ച ഒരു പൂത്താലിയും എല്ലായ്പ്പോഴും വെളുത്ത വസ്ത്രവും ധരിച്ചു നടക്കാനാണ് ഇന്ദുലേഖയുടെ കൽപ്പന. ഇന്ദുലേഖയുമായുള്ള സഹവാസത്തിൽ ഇവൾക്ക് വൃത്തിഗുണം വിശേഷവിധിയായിട്ടുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. നമ്പൂതിരിപ്പാട് അകത്ത് തന്നെ ഉടനെ അമ്മുവയാണ് കണ്ടത്. ഇന്ദുലേഖയുടെ അമ്മയാണെന്ന് കണ്ടപ്പോൾ നിശ്ചയിച്ചു. നമ്പൂതിരിപ്പാട്: ഇത്ര ചെറുപ്പമാണ് കർത്തേടത്തിന്റെ പരിഗ്രഹം. കർത്തേടം മഹാഭാഗ്യവാൻ തന്നെ. ഇന്ദുലേഖയുടെ അമ്മയാണിത്. ഇന്ദുലേഖയോളം തന്നെ ചെറുപ്പമായി തോന്നുന്നു. അത്ഭുതം, ആശ്ചര്യം. എത്ര വയസ്സായി? ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാം. എന്തിനാണ് ഒളിച്ചു നിൽക്കുന്നത്? ലക്ഷ്മി, ഇങ്ങോട്ട് അടുത്തു വരൂ. മകൾക്കിത്ര കണ്ടില്ലല്ലോ. കറുത്തേടത്തിനെ കണ്ടിട്ടായിരിക്കാം ഇത്ര ലജ്ജ. ഇങ്ങോട്ട് വരൂ. കേശവൻ നമ്പൂതിരി: ഇന്ദുലേഖയുടെ അമ്മയല്ല ഇവൾ. ഇന്ദുലേഖയുടെ ദാസിയാണ്. ഇന്ദുലേഖയുടെ അമ്മ പുറത്തെങ്ങാൻ പോയിരിക്കുന്നു. നമ്പൂതിരിപ്പാട്: ഞാൻ അന്താളിച്ചു. എന്നാൽ കറുത്തേടം പോയി വിളിച്ചുകൊണ്ടു വരൂ. കേശവൻ നമ്പൂതിരി: ഞാൻ പോയിട്ട് വിളിച്ചുകൊണ്ടുവരാം എന്നു പറഞ്ഞ് കേശവൻ നമ്പൂതിരി പുറത്തേക്ക് പോയി. പിന്നാലെ ദാസി അമ്മുവും പുറത്തേക്ക് കടക്കാൻ പോകുമ്പോൾ നമ്പൂതിരിപ്പാട്: അവിടെ നിൽക്കൂ, അവിടെ നിൽക്കൂ. ഒരു വിവരം ചോദിക്കട്ടെ. ഇന്ദുലേഖയുടെ വിഷളിയാണല്ലേ? രസ്യകത്തിയാണ് നീ. നീ വിഷളിയായിരിക്കേണ്ടവളല്ല. നീ മഹാസുന്ദരിയാണ്. പോവാൻ വരട്ടെ. നിക്കൂ, നിക്കൂ. അമ്മു: അടിയൻ മുകളിൽ പോവാൻ വഴുകി. നമ്പൂതിരിപ്പാട്: നിനക്ക് സംബന്ധം ആരെങ്കിലും ഉണ്ടോ? അമ്മു: ഇല്ല. നമ്പൂതിരിപ്പാട്: കഷ്ടം. ഈ വീട്ടിലുള്ള പ്രവർത്തികളെല്ലാം എടുത്ത് ഈ ഓമനയായ ദേഹത്തെ ദുഃഖിപ്പിച്ചു കാലം കഴിയുന്നു ഇല്ലേ? ഇങ്ങോട്ട് വരൂ. എന്താണ് കയ്യിൽ? മുറുക്കാനോ? അമ്മു: മുറുക്കാനല്ല, അടയ്ക്ക കഷ്ണിച്ചതാണ്. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയ്ക്ക് മുറുക്കുണ്ടോ? അമ്മു: ചിലപ്പോൾ മുറുക്കാറുണ്ട്. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയ്ക്ക് ആരെങ്കിലും ചുറ്റുമുണ്ടോ? സ്വകാര്യമായിട്ട് നീ എന്നോട് പറ. അമ്മു: ചുറ്റുമോ? നമ്പൂതിരിപ്പാട്: ഒളിസേവ, ഒളിസേവ. അമ്മു: ഒളിസേവയോ? നമ്പൂതിരിപ്പാട്: രഹസ്യം, രഹസ്യം. അമ്മു: അടിയനൊന്നും അറിയില്ല. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നീ കൂടെ തന്നെ വരണം. അമ്മു: വരാം എന്നും പറഞ്ഞ് ചിറിച്ചും കൊണ്ട് അമ്മു അകത്തുനിന്ന് കടന്നുപോയി. കേശവൻ നമ്പൂതിരി വളരെ പരിഭ്രമത്തോടുകൂടി ലക്ഷ്മിക്കുട്ടി അമ്മയെ അന്വേഷിച്ചു പോയി. അമ്പലത്തിൽ തൊഴുതു മടങ്ങി വരുന്നത് കണ്ടു. ഒരു പച്ചച്ചിരിയോടുകൂടി അടുക്ക ചെന്നു. കേശവൻ നമ്പൂതിരി: കാണണമെന്ന് പറഞ്ഞ് അറയിലിരിക്കുന്നു. വേഗം ഒന്ന് അങ്ങോട്ട് ചെന്നാൽ വേണ്ടില്ല. ലക്ഷ്മിക്കുട്ടിയമ്മ: ശിക്ഷ ഇപ്പോൾ എന്റെ നേരെ തിരിഞ്ഞിരിക്കുന്നുവോ? കേശവൻ നമ്പൂതിരി: അതൊന്നുമല്ല. ഇന്ദുലേഖയുടെ അമ്മയല്ലേ, ഒന്ന് കാണണമെന്ന് താല്പര്യം. അതുണ്ടാവുന്നതല്ലേ. നമ്പൂതിരി കാണണമെന്ന് ആവശ്യപ്പെട്ടതിൽ എന്താണ് തെറ്റ്? ലക്ഷ്മിക്കുട്ടിയമ്മ: ഒന്നുമില്ല. അങ്ങനെ ആവട്ടെ, മുമ്പിൽ എഴുന്നള്ളാം. ഞാൻ വരാം എന്നും പറഞ്ഞ് ലക്ഷ്മിക്കുട്ടിയമ്മ കേശവൻ നമ്പൂതിരിയുടെ പിന്നാലെ നടന്നു. അറയിലെത്താറായപ്പോൾ അമ്മു ചിറിച്ചും കൊണ്ട് പോകുന്നതും കണ്ടു. അറയുമ്മറത്ത് ലക്ഷ്മിക്കുട്ടിയമ്മ നിന്നു. കേശവൻ നമ്പൂതിരി അകത്ത് കടന്നു. നമ്പൂതിരിപ്പാട്: എന്താണ്, വന്നില്ലേ? കേശവൻ നമ്പൂതിരി: വന്നു, ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്പൂതിരിപ്പാട്: ഇങ്ങോട്ട് കടക്കാം. ധാരാളമായിട്ട് ഇങ്ങോട്ട് കടക്കാമല്ലോ. ഇന്ദുലേഖയെ ഞാൻ കണ്ടു. ഇന്ദുലേഖയുടെ അമ്മയെയും കാണണമെന്ന് ആഗ്രഹം. ഇങ്ങോട്ട് കടക്കാം, ഇങ്ങോട്ട് കടക്കാം. ലക്ഷ്മിക്കുട്ടിയമ്മ അകത്ത് കടന്ന് വാതിലിന്റെ പിൻഭാഗത്ത് ശരീരം അല്പം മറച്ചു നിന്നു. നമ്പൂതിരിപ്പാട്: എന്താ കറുത്തേടം വിളക്ക് വയ്ക്കാത്തത്? വിളക്ക് കൊണ്ടുവരാൻ പറയൂ. വിളക്ക് കൊണ്ടുവന്ന് വാതിലിന് സമീപമായി വെക്കാൻ പറഞ്ഞു. വെച്ചു. നമ്പൂതിരിപ്പാട് നേരെയും തിരിഞ്ഞും ചാഞ്ഞും നോക്കി ലക്ഷ്മിക്കുട്ടിയമ്മയുടെ സ്വരൂപം സാമാന്യം കണ്ടു ഭ്രമിച്ചു. കലശലായി ഭ്രമിച്ചു. കേശവൻ നമ്പൂതിരിയുടെ പരിഭ്രമവും വിഷാദവും വളരെ വർദ്ധിച്ചു. നമ്പൂതിരിപ്പാട്: കറുത്തേടത്തിന്റെ ഭാഗ്യം, മഹാഭാഗ്യം. ഇന്ദുലേഖയേക്കാൾ സുന്ദരി എന്ന് പറയാൻ പാടില്ലല്ലോ.
ലക്ഷ്മിക്കുട്ടി എന്നാണ് പേര് അല്ലേ? ലക്ഷ്മിക്കുട്ടിയമ്മ: അതെ. നമ്പൂതിരിപ്പാട്: ലക്ഷ്മീദേവി തന്നെ. ലക്ഷ്മീദേവി എന്നാണ് ഇനി ഞാൻ വിളിക്കാൻ ഭാവം. എന്താണ് കറുത്തേടെ ഒന്നും പറയാത്തത്? കേശവൻ നമ്പൂതിരി എന്തു പറയാനാണ്? കേശവൻ നമ്പൂതിരിയുടെ കാര്യം വളരെ പരുങ്ങലിലായി എന്നേ പറവാനുള്ളൂ. ഈ ശനി തൻ്റെ കാര്യം പൊക്കമാക്കുമോ എന്നൊരു വിഷാദം ശുദ്ധാത്മാവായ ഈ കേശവൻ നമ്പൂതിരിക്കുണ്ടായി. ലക്ഷ്മിക്കുട്ടി അമ്മയുടെ തൻ്റെയിടവും മിടുക്കും കേശവൻ നമ്പൂതിരി അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ വിഷാദം അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടാവുന്നതല്ലായിരുന്നു. ഈ ശുദ്ധാത്മാവിന് അതൊന്നും മനസ്സിലായിട്ടില്ല. എന്തു ചെയ്യും? വെറുതെ വിഷാദിച്ചു തുടങ്ങി. നമ്പൂതിരിപ്പാട്: സാക്ഷാൽ ലക്ഷ്മീദേവി തന്നെയാണ്. എന്താ കറുത്തേടം? കറുത്തേടം മഹാഭാഗ്യവാനാണ്. ഇത്രയൊക്കെ ദ്രവ്യസ്ഥനും ശക്തനുമായ എനിക്ക് ഇതുവരെ സാധിച്ചില്ലല്ലോ. കറുത്തേടം മഹാഭാഗ്യവാൻ തന്നെ. കേശവൻ നമ്പൂതിരി: ഊണ് കഴിക്കാൻ പോവാറായി എന്ന് തോന്നുന്നു. നമ്പൂതിരിപ്പാട്: ആയിട്ടില്ല. ലക്ഷ്മിക്കുട്ടി ആ വിളക്ക് അസാരം കെട്ടൊന്ന് കാണിക്കൂ. ഞാൻ ഗഡിയാളൊന്ന് നോക്കട്ടെ. കേശവൻ നമ്പൂതിരി വിളക്കെടുത്ത് കാണിച്ചു. നമ്പൂതിരിപ്പാട്ടിലേക്ക് ഇത് അശേഷം രസിച്ചില്ല. ലക്ഷ്മിക്കുട്ടിയമ്മ വിളക്കെടുത്ത് കാണിക്കണമെന്നായിരുന്നു ആഗ്രഹം. എങ്കിലും ഒന്നും പറഞ്ഞില്ല. ഗഡിയാൾ നോക്കി 6:30 മണിയായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്പൂതിരിപ്പാട് പിന്നെയും സംസാരിക്കാൻ തുടങ്ങി. നമ്പൂതിരിപ്പാട്: ലക്ഷ്മിക്കുട്ടിക്ക് വയസ്സെത്രയായി? ലക്ഷ്മിക്കുട്ടിയമ്മ: 35-ാമത്തെ വയസ്സാണിത്. നമ്പൂതിരിപ്പാട്: ചെറുപ്പം തന്നെ. കറുത്തേടത്തിന്റെ ഭാഗ്യം. കറുത്തേടം എങ്ങനെ കടന്നുകൂടി ഇവിടെ? കേശവൻ നമ്പൂതിരിക്ക് നെഞ്ചിടിപ്പ് തുടങ്ങി. ഈശ്വരാ, എന്റെ ഭാര്യയെ ഈ അസത്ത് തട്ടിപ്പറിക്കൂ. ആവലാതി ഞാൻ തന്നെ ഉണ്ടാക്കി തീർത്തുവല്ലോ. ഇന്ദുലേഖയെ ഇദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിൽ എന്റെ ഭാര്യയെ കൊണ്ടുപോയി കളയുമോ? ഒരു സമയം പറ്റുമെന്ന് തന്നെ തോന്നുന്നു എന്നു മറ്റുമുള്ള വിചാരം കേശവൻ നമ്പൂതിരിക്ക് കലശലായി തുടങ്ങി. നമ്പൂതിരിപ്പാട്: ലക്ഷ്മിക്കുട്ടി മുമ്പേ സംബന്ധം കിളിമാനൂർ ഒരു രാജാവായിരുന്നു അല്ലേ? ലക്ഷ്മിക്കുട്ടിയമ്മ: അതെ. നമ്പൂതിരിപ്പാട്: പിന്നെയാണ് കറുത്തേടത്തിന് ശുക്രദശ വന്നത് അല്ലേ? എന്താണ് കറുത്തേടം ഒന്നും പറയാത്തത്? കേശവൻ നമ്പൂതിരി: ഊണ് കഴിക്കാൻ വൈകുന്നുവല്ലോ. നമ്പൂതിരിപ്പാട്: വൈകിയിട്ടില്ല. 7 മണിക്ക് കഴിച്ചാൽ മതി. എന്റെ വെള്ളിച്ചെല്ല ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയൂ ഗോവിന്ദനോട്. ഗോവിന്ദൻ വെള്ളിച്ചെല്ലം കൊണ്ടുവന്ന് നമ്പൂതിരിപ്പാട്ടിലെ മുമ്പിൽ വച്ചു. നമ്പൂതിരിപ്പാട്: ലക്ഷ്മിക്കുട്ടിക്ക് ഈ വെള്ളിച്ചെല്ലം ഒന്ന് എടുത്തു നോക്കാം. ലക്ഷ്മിക്കുട്ടിയമ്മ വെള്ളിച്ചെല്ലം എടുപ്പാൻ വന്നപ്പോൾ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ സ്വരൂപം വെളിച്ചത്ത് നല്ലവണ്ണം നമ്പൂതിരിപ്പാട് കണ്ടു. നമ്പൂതിരിപ്പാട്: അത്ഭുതം, അത്ഭുതം, അതിശയം, അതിശയം തന്നെ, ആശ്ചര്യം തന്നെ. കറുത്തേടത്തിന്റെ ഭാഗ്യം വിശേഷം തന്നെ. അതിസുന്ദരി. എന്താ കറുത്തേടം, നന്ന ഭ്രമിച്ചിട്ടാണല്ലേ? അതിന് സംശയമുണ്ടോ? ആര് ഭ്രമിക്കാതിരിക്കും? സാക്ഷാൽ ലക്ഷ്മീദേവി തന്നെ. ആ ചെല്ലപ്പെട്ടി നല്ല മാതിരിയോ? ലക്ഷ്മിക്കുട്ടിയമ്മ: ഒന്നാം തരം തന്നെ. നമ്പൂതിരിപ്പാട്: വേണമെങ്കിൽ എടുക്കാം. ലക്ഷ്മിക്കുട്ടിയമ്മ: അതിന് അസ്വാധീനമുണ്ടാവുമെന്ന് വാചാരിച്ചിട്ടില്ല. നമ്പൂതിരിപ്പാട്: ശരി ശരി, വാക്ക് സാമർഥ്യം അതിശം. അതിശായി പറഞ്ഞ വാക്ക്. ഇങ്ങനെ ഇരിക്കണം വാക്ക് സാമർഥ്യം. കറുത്തേടത്തിന്റെ ഭാഗ്യം. ഇന്ദുലേഖയ്ക്ക് സൗന്ദര്യമുണ്ടായത് ആശ്ചര്യമല്ല. പക്ഷേ വാക്ക് സാമർഥ്യം ഇത്രയില്ല, അത് നിശ്ചയം. ഇന്ദുലേഖയ്ക്ക് വയസ്സ് എത്രയായി? ലക്ഷ്മിക്കുട്ടിയമ്മ: 18-ാമത്തെ വയസ്സാണിത്. നമ്പൂതിരിപ്പാട്: എന്നാൽ 17 വയസ്സിൽ പ്രസവിച്ചു അല്ലേ? ലക്ഷ്മിക്കുട്ടിയമ്മ: അതെ. നമ്പൂതിരിപ്പാട്: പിന്നെ കിടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ലക്ഷ്മിക്കുട്ടിയമ്മ: ഇല്ല. നമ്പൂതിരിപ്പാട്: മുമ്പത്തെ പോലെ മനസ്സിന് സുഖമുണ്ടായിരിക്കില്ല. ലക്ഷ്മിക്കുട്ടിയമ്മ: മനസ്സിന് സുഖക്കേടൊന്നുമില്ല. നമ്പൂതിരിപ്പാട്: രാജാവ് നല്ല യോഗ്യനായിരുന്നു അല്ലേ? ലക്ഷ്മിക്കുട്ടിയമ്മ: നല്ല യോഗ്യനായിരുന്നു. നമ്പൂതിരിപ്പാട്: എന്താണ് കഷ്ടം? ഓരോ സ്ത്രീകളുടെ യോഗ്യത പോലെ ഭർത്താവിനെയും പുരുഷന്റെ യോഗ്യത പോലെ ഭാര്യയെയും കിട്ടിക്കോളാൻ പ്രയാസം. അന്യോന്യം യോഗ്യതയായി വരണം, അതാണ് വിശേഷം. അങ്ങനെയല്ലാതെ വന്നാൽ അത് മഹാസങ്കടമാണ്. എന്താ കറുത്തേടം ഒന്നും പറയാത്തത്? കേശവൻ നമ്പൂതിരി: 7 മണിയായെന്ന് തോന്നുന്നു. നമ്പൂതിരിപ്പാട്: ആയിട്ടില്ല. എത്ര കൊല്ലമായി കറുത്തേട സംബന്ധമായിട്ട്? കേശവൻ നമ്പൂതിരി: 6 സംവത്സരമായി. നമ്പൂതിരിപ്പാട്: എന്നിട്ടും കിടാങ്ങൾ ഉണ്ടായിട്ടില്ല അല്ലേ? കേശവൻ നമ്പൂതിരി: അതെ. നമ്പൂതിരിപ്പാട്: കറുത്തേടത്തിന്റെ ഭാഗ്യം ഓർത്തിട്ട് എനിക്ക് ബഹു അത്ഭുതം തോന്നുന്നു. ഇന്നാൾ ചെറുശ്ശേരി ഒരു ശ്ലോകം ചൊല്ലി.
അതിൽ ഒരാൾ മറ്റൊരാളുടെ ഭാര്യയെ കണ്ട് അസൂയപ്പെട്ട മാതിരി പറയുന്നുണ്ട്. ശ്ലോകം എനിക്ക് തോന്നുന്നില്ല. ചെറുശ്ശേരി ഇങ്ങോട്ട് വിളിക്കൂ. കേശവൻ നമ്പൂതിരി ചെറുശ്ശേരിയെ വിളിക്കാൻ പോയി. ചെറുശ്ശേരി ഊണ് കഴിക്കാൻ പുറപ്പെട്ടു. നമ്പൂതിരിപ്പാട്ടിലെയും കാത്തു നിൽക്കുന്നു. കേശവൻ നമ്പൂതിരി ചെറുശ്ശേരിയെ വിളിച്ചു. ചെറുശ്ശേരി നമ്പൂതിരി: എന്താണിത് കഥ? നേരെ 7 മണിയായല്ലോ. കേശവൻ നമ്പൂതിരി: എന്റെ ചെറുശ്ശേരി, എന്റെ വിഡ്ഢിത്വം എന്തിനു പറയുന്നു? അതിന്റെ അകത്തുനിന്ന് നമ്പൂരി ജന്മകാലം പുറത്തു വരില്ലെന്ന് തോന്നുന്നു. ഞാൻ എന്തു ചെയ്യട്ടെ? എന്റെ ഗ്രഹപ്പിഴ എന്നേ പറവാനുള്ളൂ. ചെറുശ്ശേരി നമ്പൂതിരി: ഇപ്പോൾ എന്നെ എന്തിനാണ് വിളിക്കുന്നത്? കേശവൻ നമ്പൂതിരി: എന്തോ ഒരു ശ്ലോകം ചൊല്ലുവാനാണത്രേ. ബുദ്ധിമുട്ട് തന്നെ. ചെറുശ്ശേരി നമ്പൂതിരി: ശിക്ഷ. ഇപ്പോഴെന്ത് ശ്ലോകമാണ് ചൊല്ലുവാനുള്ളത്? ആട്ടെ, ഞാൻ വരാം എന്നും പറഞ്ഞ് ചെറുശ്ശേരി നമ്പൂതിരി കേശവൻ നമ്പൂതിരിയോടുകൂടി അകത്ത് കടന്നു. നമ്പൂതിരിപ്പാട്: ഇന്നാൾ ഒരു ദിവസം ചെറുശ്ശേരി ഒരു ശ്ലോകം ചൊല്ലിയില്ലേ? ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഭാര്യയെ കണ്ട് വ്യസനിച്ച പ്രകാരം. അതൊന്നു ചൊല്ലൂ. ചെറുശ്ശേരി നമ്പൂതിരി: ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഭാര്യയെ കണ്ട് വ്യസനിച്ചതോ? ഏത് ശ്ലോകമാണ്? എനിക്ക് ഓർമ്മയില്ല. നമ്പൂതിരിപ്പാട്: ഛീ, അന്താളിക്കണ്ട, ഞാൻ പറയാം. ഒരു സ്ത്രീയുടെ മുഖം നോക്കിയിട്ട് ചന്ദ്രൻ ഉദിച്ചു വന്നപ്പോൾ ചന്ദ്രന് ലജ്ജയില്ലെന്നും പിന്നെ ആ സ്ത്രീയുടെ ഭർത്താവിന്റെ മുമ്പാകെ നിൽക്കുന്ന ഒരു അന്യപുരുഷനും ലജ്ജയില്ലെന്നും മറ്റും. അത് ചൊല്ലൂ. ചെറുശ്ശേരി നമ്പൂതിരി ചിറിച്ചും കൊണ്ട് ശ്ലോകം ചൊല്ലുന്നു. കിം ഭ്രൂവസ്തവ പൂർണ്ണചന്ദ്രമഹതീം നിർലജ് ജദാമീദൃശീം യത്വസ്യാമുഖമണ്ഡലേ സതിഭവ നപ്യജ്ജിഹീദേ പുര ആവിസ്മൃത്യ കിമേതദുക്തമധുനാ യത്താദൃശീം സുന്ദരീം ഭുഞ്ജാനസ്യ പുരോ വയഞ്ച പുരുഷ ഇത്യാസ്മഹേ നിസ്ത്രപാ. നമ്പൂതിരിപ്പാട്: ശരി, ഈ ശ്ലോകം തന്നെ. ലക്ഷ്മിക്കുട്ടിക്ക് വിൽപ്പത്തിയുണ്ടോ? ലക്ഷ്മിക്കുട്ടിയമ്മ: 2-3 കാവ്യങ്ങൾ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട്. നമ്പൂതിരിപ്പാട്: ചെറുശ്ശേരി നല്ല വിദ്വാനാണ്, ബഹുരസികനാണ്. കറുത്തേടത്തിന് വിൽപ്പത്തി ഗന്ധം കൂടിയില്ല. അതെ, നേരത്തെ മനസ്സിലായി. ഒരു ശ്ലോകം ചൊല്ലാൻ വയ്യ, എങ്കിലും മഹാഭാഗ്യവാൻ. കേശവൻ നമ്പൂതിരി: എനിക്ക് വിൽപ്പത്തിയില്ല. ഊക്ക് കഴിക്കാൻ വഴുകി, വളരെ വഴുകി. നമ്പൂതിരിപ്പാട്: എന്നാൽ ഇനി പുറപ്പെടാം. 9 മണിക്ക് മകളുടെ പാട്ട് കേൾക്കാൻ ഇങ്ങോട്ട് വരും. അപ്പോൾ ലക്ഷ്മിക്കുട്ടിയെയും കാണുമല്ലോ എന്നു പറഞ്ഞ് പിന്നെയും ലക്ഷ്മിക്കുട്ടി അമ്മയുടെ മുഖത്തേക്ക് ആർത്തിയോടെ ഒന്ന് നോക്കി നമ്പൂതിരിപ്പാട് പുറത്തേക്ക് കടന്നു. വഴിയെ തന്നെ നമ്പൂരിമാരും കടന്നു. കുളത്തിലേക്കായി പുറപ്പെട്ട് 4 കെട്ടിൽ നിന്ന് പൂമുഖത്തേക്ക് കടന്നപ്പോൾ പഞ്ചുമേനോനെ കണ്ടു. നമ്പൂതിരിപ്പാട്: പഞ്ചു അതിഭാഗ്യവാൻ തന്നെ. ഇന്ദുലേഖയും പഞ്ചുവിന്റെ മകൾ ലക്ഷ്മിക്കുട്ടിയെയും കണ്ടു. തമ്മിൽ ഞാനോ നീയോ സുന്ദരി എന്ന തിരക്കുള്ളതുപോലെ തോന്നും അവരുടെ സൗന്ദര്യം കണ്ടാൽ. കറുത്തേടത്തിന്റെ ഭാഗ്യം, 2 ആളും അതിസുന്ദരികൾ തന്നെ. പഞ്ചുമേനോന് ഈ വാക്കുകൾ അശേഷം രസിച്ചില്ല. കുറച്ചു ക്രോധവും ഉണ്ടായില്ലെന്നില്ല, എങ്കിലും അതെല്ലാം മനസ്സിലടക്കി. പഞ്ചുമേനോൻ: ഇനി ഊക്ക് കഴിപ്പാൻ എഴുന്നള്ളാറായി എന്ന് തോന്നുന്നു. നമ്പൂതിരിപ്പാട്: അതെ, ഊക്കു കഴിച്ചു ഊൺ കഴിഞ്ഞു വേഗം വന്നു കളയാം. നമ്പൂതിരിപ്പാടും നമ്പൂതിരിമാരും കൂടി മിറ്റത്തിറങ്ങിയപ്പോൾ പഞ്ചുമേനോൻ കേശവൻ നമ്പൂതിരിയെ കൈകൊണ്ടു മാടി പിടിച്ചു. കേശവൻ നമ്പൂതിരി മടങ്ങിച്ചെന്നു. പഞ്ചുമേനോനും നമ്പൂതിരിയും കൂടി 4 കെട്ടിൽ കടന്നു. പഞ്ചുമേനോൻ: എന്താണ്, ഇന്ദുലേഖയ്ക്ക് ബോധ്യമായോ? കേശവൻ നമ്പൂതിരി: ബോധ്യമാവും, ബോധ്യമാവാതെ ഇരിക്കില്ല. പഞ്ചുമേനോൻ: ആവുന്നത് പിന്നെ പറയാം. ആയോ? കേശവൻ നമ്പൂതിരി: അത് ഇപ്പോ ഒന്നും നിശ്ചയിക്കാറായില്ല. ബോധ്യമാവും, അതിന് സംശയമില്ല. പഞ്ചുമേനോൻ: തിരുമനസിലെ വാക്ക് എനിക്ക് അശേഷം വിശ്വാസമാവുന്നില്ല. നേരത്തെ വരവ് കണ്ടപ്പോൾ ഞാൻ എന്തോ വല്ലാതെ ഭ്രമിച്ചു. നമ്പൂതിരിപ്പാട് ആകപ്പാടെ ഒരു വിഡ്ഢിയാണെന്ന് തോന്നുന്നു എനിക്ക്. കേശവൻ നമ്പൂതിരി: മഹാധനവാനല്ലേ, അത് നോക്കണ്ടേ? പഞ്ചുമേനോൻ: ഇന്ദുലേഖ അതൊന്നും നോക്കുന്ന കുട്ടിയല്ല. നമ്മളുടെ ഈ മോഹം വെറുതെയെന്ന് തോന്നുന്നു. നമ്പൂതിരിപ്പാട്ടിലേക്ക് വിശേഷം പറവാൻ തന്നെ വശമില്ല. ഇന്ദുലേഖയുടെയും ലക്ഷ്മിക്കുട്ടിയുടെയും സൗന്ദര്യം എന്നോടെന്തിനാണ് ഇങ്ങനെ വർണ്ണിക്കുന്നത്? തുമ്പില്ലാത്ത വാക്ക് പറയുന്നു ഇദ്ദേഹം. കേശവൻ നമ്പൂതിരി: വലിയ ആളുകളല്ലേ, അവർക്ക് എന്തും പറയാമല്ലോ. പഞ്ചുമേനോൻ: എന്തും പറഞ്ഞാൽ ചിലപ്പോൾ എന്തും കേൾക്കേണ്ടിയും വരും. എനിക്കിതൊന്നും രസമായില്ല. ഇന്ദുലേഖ എന്തു പറഞ്ഞു? കേശവൻ നമ്പൂതിരി: വിശേഷിച്ചൊന്നും പറഞ്ഞില്ല. പഞ്ചുമേനോൻ: പിന്നെ ആ മാളികയിൽ പോയിട്ട് നമ്പൂതിരിപ്പാട് എന്തു ചെയ്തു? കേശവൻ നമ്പൂതിരി: വിശേഷിച്ചൊന്നും ചെയ്തിട്ടില്ല.
എനിക്ക് ഊക്ക് കഴിക്കാൻ വൈകുന്നു. ഞാൻ ഊണ് കഴിച്ചു വന്നിട്ടെല്ലാം പറയാം. പഞ്ചുമേനോൻ: ഒന്നും പറയാനില്ല. ഈ കാര്യം ഈ ജന്മം നടക്കുകയില്ല. പിന്നെ എന്തിനാണ് ഈ ഗോഷ്ഠികൾ കാണിക്കുന്നത് എന്നു പറഞ്ഞ് പഞ്ചുമേനോൻ അകത്തേക്കും കേശവൻ നമ്പൂതിരി കുളപ്പുരയിലേക്കും പോയി. പഞ്ചുമേനോനും കേശവൻ നമ്പൂതിരിയും തമ്മിൽ മേൽക്കാണിച്ച പ്രകാരം സംസാരിച്ചിരുന്നപ്പോൾ നമ്പൂതിരിപ്പാടും ചെറുശ്ശേരിയും കൂടി കുളപ്പുരയിലേക്ക് പോകും വഴി ചെറുതായി ഒരു സംഭാഷണമുണ്ടായി. നമ്പൂതിരിപ്പാട്: ചെറുശ്ശേരി, എനിക്ക് ഇന്ദുലേഖയേക്കാൾ ബോധിച്ചത് അവളുടെ അമ്മയാണ്. വാക്കുസാമർഥ്യം കട്ടുകട്ടി. കണ്ടാലോ? ചെറുശ്ശേരി കണ്ടില്ലേ? ചെറുശ്ശേരി നമ്പൂതിരി: ഞാൻ കണ്ടു. നല്ല സൗന്ദര്യമുണ്ട്. പ്രായം കൊണ്ടും ബഹുയോഗ്യത. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയ്ക്ക് ഞാൻ യോഗ്യതയില്ലെന്നോ? ചെറുശ്ശേരി നമ്പൂതിരി: ഛേ, അത് ഞാൻ പറയില്ല. ആ ഭാഗം ഇരിക്കട്ടെ. അത് സ്വന്തമായതല്ലേ, കരസ്ഥമായല്ലോ. പിന്നെ ഇന്ദുലേഖ യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിച്ചിട്ട് ഇനി ആവശ്യമില്ലല്ലോ. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയുടെ കാര്യം തീർച്ചയായോ? പഞ്ചു വല്ലതും ചെറുശ്ശേരിയോട് പറഞ്ഞുവോ? ചെറുശ്ശേരി നമ്പൂതിരി: പഞ്ചു എന്തിനു പറയുന്നു? അത് ഉറച്ച കാര്യമല്ലേ. അങ്ങനെയല്ലേ വരാൻ പാടുള്ളൂ. നമ്പൂതിരിപ്പാട്: അങ്ങനെ വരാൻ പാടുള്ളൂ. എങ്കിലും ഒരു ശങ്കയില്ലെന്ന് തന്നെ പറയാം. ചെറുശ്ശേരി നമ്പൂതിരി: അത് ശരി, ഇവിടുത്തെ ഭ്രമം. ശങ്കയില്ലാത്ത കാര്യത്തിൽ ഒരു ഭ്രമം, അത്രേ പറയാനുള്ളൂ. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയുടെ കാര്യം അങ്ങനെ ഇരിക്കട്ടെ. ലക്ഷ്മിക്കുട്ടിയുടെ അവസ്ഥ വിചാരിക്കൂ. കറുത്തേടത്തിന്റെ ഭാഗ്യം നോക്കൂ. ചെറുശ്ശേരി നമ്പൂതിരി: അതാണ് ഞാനും പറയാൻ വിചാരിക്കുന്നത്. കറുത്തേടത്തിന്റെ ഒരു ഭാഗ്യവിശേഷം വളരെ തന്നെ. നമ്പൂതിരിപ്പാട്: കറുത്തേടം വേളി കഴിച്ചിട്ടുണ്ടോ? ചെറുശ്ശേരി നമ്പൂതിരി: ഇല്ല. നമ്പൂതിരിപ്പാട്: ഈ അസത്തിന് വേളി കഴിക്കരുതേ. ചെറുശ്ശേരി നമ്പൂതിരി: ആ അസത്ത് വേളി കഴിക്കില്ലെന്ന് തോന്നുന്നു. നമ്പൂതിരിപ്പാട്: ലക്ഷ്മിക്കുട്ടിയുടെ അടുക്കെ പാട് കിടക്കേ ഉള്ളൂ. ചെറുശ്ശേരി നമ്പൂതിരി: അത്രേ ഉള്ളൂ. നമ്പൂതിരിപ്പാട്: എന്നാൽ ലക്ഷ്മിക്കുട്ടിക്ക് ഇയാളെ ലേശം ഭ്രമമില്ല. അത് ഞാൻ ക്ഷണേന നിശ്ചയിച്ചു. ചെറുശ്ശേരി നമ്പൂതിരി: ഇവിടുത്തെ ബുദ്ധിവലിപ്പം അറിവുള്ള എന്നോട് ഇത്ര പറയണോ? ഞാനത് അപ്പോൾ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടുത്തെ സ്വരൂപം കണ്ണിൻ മുമ്പിൽ വെച്ചും കൊണ്ട് ഒരു സ്ത്രീക്ക് തനിക്ക് എത്ര ആസക്തിയുള്ള പുരുഷനായാലും അവനെ കണ്ടിട്ട് ലേശം പോലും അനുരാഗചേഷ്ടകൾ ഉണ്ടാകില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമാണ്. നമ്പൂതിരിപ്പാട്: ലക്ഷ്മിക്കുട്ടി എന്നെ കണ്ടിട്ട് കുറച്ച് ഭ്രമിച്ചിട്ടുണ്ട്. ചെറുശ്ശേരി നമ്പൂതിരി: അതിനെനിക്ക് സംശയമില്ല. നമ്പൂതിരിപ്പാട്: എന്നാൽ അതിനെന്തു വിദ്യ? ചെറുശ്ശേരി നമ്പൂതിരി: ഏതിന്? നമ്പൂതിരിപ്പാട്: ആ ഭ്രമം നിവർത്തിക്കാൻ. ചെറുശ്ശേരി നമ്പൂതിരി: അതിന് പല വിദ്യകളും ഇല്ലേ? ഇനി ലക്ഷ്മിക്കുട്ടിയെ കാണേണ്ടെന്ന് വെച്ചേക്കണം. നമ്പൂതിരിപ്പാട്: എന്ത് കഥയാണ് ചെറുശ്ശേരി പറയുന്നത്? അങ്ങനെ ഭ്രമം മാറ്റുന്നതായാൽ ഇവിടെ നോം ഇപ്പോൾ വരണോ? ചെറുശ്ശേരി നമ്പൂതിരി: ഇവിടെ വന്നത് ഇന്ദുലേഖയെ ഭ്രമിച്ചിട്ടല്ലേ? നമ്പൂതിരിപ്പാട്: അതെ, വന്നതിന്റെ ശേഷം ലക്ഷ്മിക്കുട്ടിയിലും ഭ്രമം. ചെറുശ്ശേരി നമ്പൂതിരി: എന്നാൽ അമ്മയെയും മകളെയും ഒന്നായി ബാന്ധവിക്കാമെന്നോ? അതു വെടിപ്പുണ്ടോ? നമ്പൂതിരിപ്പാട്: ബാന്ധവം ഇന്ദുലേഖയെ തന്നെ. എന്നാൽ ഇത്രത്തോളം പറയുമ്പോഴേക്ക് കേശവൻ നമ്പൂരി കുളപ്പുരയിൽ നമ്പൂതിരിപ്പാട്ടിലെ സമീപമെത്തി. പിന്നെ ഇതിനെക്കുറിച്ച് നമ്പൂതിരിപ്പാട് ഒന്നും സംസാരിച്ചില്ല. ഊക്കുകഴിഞ്ഞ് അമ്പലത്തിൽ തിരുമുറ്റത്തിൽ ചന്ദ്രികയിൽ നിന്നു. നമ്പൂതിരിപ്പാട്ടിലേക്ക് ലക്ഷ്മിക്കുട്ടി അമ്മയുടെ ഓർമ്മ വിട്ടു. മനസ്സിൽ കഠിനമായി തറച്ചുപോയിട്ടുള്ള വിചാരം തന്നെ സ്വഭാവേന വന്നു. ഇന്ദുലേഖയെപ്പോലെ ഒരു സ്ത്രീയെ നമ്പൂതിരിപ്പാട് കണ്ടിട്ടില്ല. തൽക്കാലം വേറെ ഓരോ സ്ത്രീകളെ കാണുമ്പോൾ ശുദ്ധവിടനായ ഇദ്ദേഹത്തിന് ഭ്രമമുണ്ടായെങ്കിലും സ്വസ്ഥമായി ചന്ദ്രികയിൽ നിൽക്കുമ്പോൾ തരണീമണിയായ ഇന്ദുലേഖയുടെ വിചാരം തന്നെയാണ് ഉണ്ടായത്. ഇന്ദുലേഖയെ വിചാരിച്ച് ഗോവിന്ദനെ വിളിച്ച് രംഭയെ കണ്ടു ഭ്രമിച്ച സംഗതിയെപ്പറ്റി ശ്ലോകമെഴുതിയ ഓല ഗോവിന്ദൻ പക്കൽ കൊടുത്തിട്ട് നമ്പൂതിരിപ്പാട്: ഈ ഓല ഞാൻ തന്നതാണെന്ന് പറഞ്ഞ് ഇന്ദുലേഖയുടെ മാളികയിൽ പോയി ഇന്ദുലേഖയുടെ കയ്യിൽ കൊടുക്കൂ. ഗോവിന്ദൻ ഉടനെ എഴുത്തും കൊണ്ട് ഇന്ദുലേഖയുടെ മാളികയിന്മേൽ ചെന്നു. അപ്പോൾ ഇന്ദുലേഖ ഊണുകഴിഞ്ഞ് മാളികയിലേക്ക് കയറി വരുന്നു. ഗോവിന്ദൻ: ഒരു തിരുവെഴുത്ത് തന്നയച്ചിട്ടുണ്ട് തമ്പുരാൻ. ഇവിടെ തരുവാൻ കൽപ്പനയായിരിക്കുന്നു. ഇന്ദുലേഖ കാര്യം മനസ്സിലായെങ്കിലും കഠിന ദേഷ്യത്തോടെ: ഏത് തമ്പ്രാൻ? എന്തെഴുത്ത്? ഇന്ദുലേഖയുടെ മുഖത്ത് അപ്പോൾ ഉണ്ടായിരുന്ന കോപരസം കണ്ടിരുന്നാൽ ആ രസത്തിലും ആ മുഖം അതികാന്തം തന്നെയെന്ന് എല്ലാവരും പറയും. ഗോവിന്ദൻ: മൂർക്കില്ലാത്ത മനക്കൽ തമ്പുരാന്റെ തിരുവെഴുത്താണ്. ഇന്ദുലേഖ: എനിക്കെഴുതുവാൻ അദ്ദേഹത്തിന്റെ അവകാശമില്ല. ഞാൻ വാങ്ങുകയില്ല എന്ന് പറഞ്ഞേക്കൂ എന്നും പറഞ്ഞ് ക്ഷണേന തന്റെ അറയിലേക്ക് കടന്നുപോയി. ഗോവിന്ദൻ ഇളിഭ്യനായിക്കൊണ്ട് എഴുത്തു മടിയിൽ മൂടിവെച്ച്
നമ്പൂതിരിപ്പാട്ടിലെ അടുക്ക വന്നു. അപ്പോൾ നമ്പൂതിരിപ്പാട് പല ആളുകളോടും കൂടി അമ്പലത്തിന്റെ തിരുമുറ്റത്തു തന്നെ നിന്നിരുന്നു. ഗോവിന്ദനെ കണ്ടപ്പോൾ ആ നിന്നിടത്തു നിന്ന് തന്നെ ഗോവിന്ദനോട് ഉറക്കെ വിളിച്ചു ചോദിക്കുന്നു, ഗോവിന്ദ, ആ എഴുത്ത് ഇന്ദുലേഖയ്ക്ക് കൊടുത്തുവോ? ഗോവിന്ദൻ വളരെ വിഷണ്ണനായി എന്താണ് മറുപടി പറയേണ്ടതെന്ന് അല്പം ശങ്കിച്ചു. ഒടുവിൽ പറഞ്ഞ് ഉടനെ അവിടെ നിന്ന് പോയി. പിന്നെയും അവിടെ നിന്നാൽ വേറെയും ചോദ്യങ്ങൾ ഉണ്ടാവുമെന്നോർത്ത ഗോവിന്ദൻ ഓടിക്കളഞ്ഞതാണ്. നമ്പൂതിരിപ്പാട് 9 മണിയായില്ലല്ലോ എന്ന് വിചാരിച്ചും കൊണ്ട് കുളപ്പുരയിൽ എണ്ണ തേപ്പാൻ പോയപ്പോൾ ഗോവിന്ദനും കൂടെ പോയി എഴുത്തു മടിയിൽ നിന്നെടുത്ത് സ്വകാര്യമായി പറയുന്നു, ഗോവിന്ദൻ, നേരത്തെ അടിയൻ തിരുവെഴുത്തു കൊടുത്തു എന്ന് ഉണർത്തിച്ചത് കളവാണ്. എഴുത്തിതാ. കുന്തലേഖ എഴുത്തു വാങ്ങിയില്ല. തമ്പ്രാന് കുന്തലേഖയ്ക്ക് എഴുതാൻ ആവശ്യമില്ലെന്നും തിരുവെഴുത്ത് വാങ്ങില്ലെന്നുമാണ് പറഞ്ഞത്. നേരത്തെ അരുളി ചെയ്തപ്പോൾ വേറെ ആളുകൾ ഉണ്ടായിരുന്നതിനാൽ അടിയൻ കൊടുത്തു എന്ന് കളവായി ഉണർത്തിച്ചതാണ്. നമ്പൂതിരിപ്പാട്, മഹാവിഡ്ഢി, കുന്തലേഖയല്ല, ഇന്ദുലേഖ എന്നാണ് പേര്. നേരത്തെ നീ ഓല കൊടുത്തു എന്ന് കളവ് പറഞ്ഞത് നന്നായി. അങ്ങനെ സദൃശമായി പറയണം. ഇതാണ് ഗോവിന്ദനോട് എനിക്കുള്ള ഇഷ്ടം. ഗോവിന്ദൻ, ആ. നമ്പൂതിരിപ്പാട്, വിഡി, പിന്നെയും കുന്തലേഖ എന്ന് പറയല്ല, ഇന്ദുലേഖ, ഈ ഇന്ദുലേഖ എന്ന് പറയൂ. ഗോവിന്ദൻ, റാൻ, അടിയന് തെറ്റിപ്പോയി. ആ, ഇന്ദ്രലേഖ. നമ്പൂതിരിപ്പാട്, പടുവങ്ക, ഇളിഭ്യരാശി, ഇന്ദ്രലേഖയല്ല, ഇന്ദുലേഖ എന്ന് പറയൂ. ഗോവിന്ദൻ, ആ ഇന്ദുലേഖ വളരെ കുറുമ്പുകാരിയാണെന്ന് അടിയന് തോന്നി. നമ്പൂതിരിപ്പാട്, ആവട്ടെ, നീ ഇന്ദുലേഖയുടെ അമ്മയെ കണ്ടുവോ? അതിശാണു മുഖം, ബഹുസുന്ദരി. അവൾക്കെന്നെ ബഹുഭ്രമമായിരിക്കുന്നു. കറുത്തേടത്തിന്റെ ഭാര്യയാണ്. ഗോവിന്ദൻ, അപ്പോൾ ഇന്ദുലേഖയ്ക്ക് തിരുമനസ്സിലെ ഭ്രമമില്ലേ? നമ്പൂതിരിപ്പാട്, ഇന്ദുലേഖ ഇംഗ്രീയസും മറ്റും പഠിച്ച വല്ലാത്തൊരു മാതിരിയായി കാണുന്നു. ഇന്ദുലേഖയുടെ അമ്മ അങ്ങനെയൊന്നും അല്ല. ബഹുവാക്കു സാമർഥ്യം. നീ ആ വെള്ളിച്ചെല്ല ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നില്ലേ? ഗോവിന്ദൻ, അടിയൻ അപ്പോൾ തന്നെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് മഠത്തിൽ വെച്ചു. നമ്പൂതിരിപ്പാട്, മിടുക്കാ, രസിക. ഇതാണ് എനിക്ക് ഗോവിന്ദനെ ഇത്ര താല്പര്യം. ഞാൻ വെള്ളിച്ചെല്ലം ലക്ഷ്മിക്കുട്ടിയോട് എടുത്തോളാൻ പറഞ്ഞു. ഇതിന് അസ്വാധീനമില്ലെന്ന് ലക്ഷ്മിക്കുട്ടിയും പറഞ്ഞു. ഒരു സമയം നീ അത് അവിടെ ഇട്ട് പോന്നിട്ട് ലക്ഷ്മിക്കുട്ടി തൻ്റേതാക്കി എടുത്തു വയ്ക്കുമോ എന്ന് ഞാൻ വിഷാദിച്ചു. ഗോവിന്ദൻ, അടിയൻ കുറെ കാലമായില്ലേ ഇവിടുത്തെ കല്ലരി തിന്നുന്നു. ഇതൊക്കെ അടിയന് നല്ല നിശ്ചയമില്ലേ? ഇങ്ങനെ ഗോവിന്ദനുമായി സല്ലപിച്ചുകൊണ്ട് നമ്പൂതിരിപ്പാട് തേച്ചു കുളിക്കാരംഭിച്ചു. നമ്പൂതിരിപ്പാട് കുളപ്പുരയിൽ എണ്ണ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ കേശവൻ നമ്പൂതിരിയും ചെറുശ്ശേരി നമ്പൂതിരിയും കൂടി മഠത്തിന്റെ കോലായ്മയിലിരുന്ന് ഒരു സംഭാഷണമുണ്ടായി. കേശവൻ നമ്പൂതിരിക്ക് പല പ്രകാരേണയും മനസ്സിൽ വിഷാദമുണ്ടായിരുന്നു. അസംഗതിയായി തന്റെ ഭാര്യയെ നമ്പൂതിരിപ്പാട് കണ്ടെത്തി. സുന്ദരിയാണ് തന്റെ ഭാര്യ എന്നുള്ളതിലേക്ക് സംശയമില്ല. തന്റെ അഭിപ്രായത്തിൽ നമ്പൂതിരിപ്പാടും അതിസുന്ദരൻ എന്നു തന്നെയാണ്. പിന്നെ നമ്പൂതിരിപ്പാട് അതിധനവാൻ, കുബേരൻ. ലക്ഷ്മിക്കുട്ടിക്ക് ഇദ്ദേഹത്തിൽ ഭ്രമമുണ്ടായാലോ? പഞ്ചുമേനോൻ സമ്മതിക്കുമോ എന്നുള്ളതിന് വാദമില്ല. നമ്പൂതിരിപ്പാട് സംബന്ധമാവണമെന്ന് പറയുന്നു. അദ്ദേഹം വലുതായ ഒരാളല്ലേ? അതിന് ഇവിടുന്ന് വിരോധം പറയരുതെന്ന് പഞ്ചുമേനോൻ എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഈശ്വരാ? ഞാൻ സമ്മതിച്ചാൽ എന്ത്, സമ്മതിച്ചില്ലെങ്കിൽ എന്ത്? കാര്യം നടക്കും. നമുക്ക് ഇല്ലത്തേക്കും പോവാം. ശൂദ്രസ്ത്രീകളെ ഭാര്യയാക്കിയാൽ ഇങ്ങനെ ഓരോ ആപത്തുകൾ വന്നേക്കാം. ഇങ്ങനെയെല്ലാം കുറെ നേരെ ആ സാധു കേശവൻ നമ്പൂതിരി വിചാരിക്കും. പിന്നെ ലക്ഷ്മിക്കുട്ടിയുടെ മുഖവും ശരീരവും എല്ലാം കൂടി ഒന്ന് വിചാരിക്കും. കഷ്ടമേ, വല്ല ആപത്തും നമുക്ക് വന്ന് നേരിടുമോ? ഇല്ല, അതുണ്ടാവുന്നതല്ല. ഇന്ദുലേഖയ്ക്ക് സമ്പത്തത്തിന് വന്നിട്ട് ഇന്ദുലേഖയുടെ അമ്മയെ ബാന്ധവിച്ചു കൊണ്ടുപോയി എന്ന് വരുമോ? അങ്ങനെ വരാൻ പാടില്ല എന്ന് വിചാരിച്ചു ധൈര്യപ്പെടും. ഇങ്ങനെ തിരിച്ചും മറിച്ചും വിചാരിക്കും. വിചാരിച്ച് ഈ ശുദ്ധാത്മാവിന് ഈ വിചാരം പോയി മറ്റൊരു വിചാരം തുടങ്ങി. 9 മണിക്ക് പാട്ടുണ്ടാവുമെന്ന് ഈ നമ്പൂതിരിപ്പാടോട് പറഞ്ഞു പോയല്ലോ. ഇനി ഇന്ദുലേഖ പാടിയില്ലെങ്കിലോ, വീണപ്പെട്ടി വായിച്ചില്ലെങ്കിലോ അതിദുർഘടമായി തീരുമല്ലോ. ഇങ്ങനെ വന്നാൽ എന്ത് നിവൃത്തി എന്ന ആലോചനയാണ് പിന്നെ ഉണ്ടായത്. ആലോചിച്ച് ഒരു വഴിയും കാണാതെ മേൽപോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുശ്ശേരി നമ്പൂതിരി അടുക്കെ വന്നിരുന്നു. ചെറുശ്ശേരി നമ്പൂതിരി, എന്താണ് കറുത്തേടത്തിന് ഒരു കുണ്ഠിതമുള്ളതുപോലെ കാണുന്നു? കേശവൻ നമ്പൂതിരി ഒരു പച്ച ചിരിയോടുകൂടി, കുണ്ഠിതമൊന്നുമില്ല. എന്തു കുണ്ഠിതം? കുണ്ഠിതത്തിന് ഒരു കാരണവുമില്ല. ചെറുശ്ശേരി നമ്പൂതിരി, പിന്നെ എന്താണ് ദീർഘാലോചന? കേശവൻ നമ്പൂതിരി, ഒന്നുമില്ല. ഇന്നത്തെ പാട്ടിന്റെ കാര്യം ആലോചിച്ചു. നേരം 8:30 മണി കഴിഞ്ഞു. ചെറുശ്ശേരി നമ്പൂതിരി, എന്താണ്? പാട്ടിന് തടസ്സമൊന്നും ഉണ്ടാകില്ലല്ലോ. കേശവൻ നമ്പൂതിരി, എന്താണ് തടസ്സം? ഒന്നുമില്ല, ഒരു തടസ്സവും ഇല്ല. ഇന്ന് രാത്രി 9 മണിക്ക് പാട്ടുണ്ട്. ചെറുശ്ശേരിക്കും മുകളിൽ വരാം. ഇന്ദുലേഖ അസാധാരണയായി രാത്രികളിലൊക്കെ പാടാറുണ്ട്. ചിലപ്പോൾ വീണപ്പെട്ടിയും വായിക്കും.
വളരെ ദുർലഭം ദിവസമേ പാട്ടില്ലാതെയുള്ളൂ. ഇന്ന് പാട്ടുണ്ടാവാതിരിക്കില്ല. എല്ലാവർക്കും പോയി കേൾക്കാം. അതിന് ഇന്ദുലേഖയ്ക്ക് വിരോധമൊന്നുമില്ല. ഇന്ന് പാട്ടുണ്ടാവാതിരിക്കില്ല. നമ്പൂതിരിയും മറ്റും ഉള്ളതല്ലേ. ചെറുശ്ശേരി നമ്പൂതിരി: പാട്ടുണ്ടായെങ്കിൽ ഞാനും വരാൻ കേൾക്കാൻ. കേശവൻ നമ്പൂതിരി: പാട്ടുണ്ടാവും, സംശയമില്ല. കേശവൻ നമ്പൂതിരിക്ക് നല്ല ഒന്നാന്തരം സംശയമുണ്ട്. എന്നാലും നിയമത്തെ പതിവില്ലാതിരിക്കില്ല എന്ന് ഈ ശുദ്ധാത്മാവിന് പിന്നെയും ഒരു വിശ്വാസം. ഇന്ദുലേഖയോട് ചോദിപ്പാനോ ഇന്ദുലേഖയുടെ മുഖത്ത് നോക്കാനോ ഇയാൾക്ക് ധൈര്യവുമില്ല. കേശവൻ നമ്പൂതിരി വലിയ കുഴക്കിലായി അങ്ങനെ ഓരോന്ന് വിചാരിച്ചു. ഒടുവിൽ കേശവൻ നമ്പൂതിരി: ഇന്ന് പാട്ടുണ്ടാവും, ഉണ്ടാവാതിരിക്കില്ല. നമ്പൂതിരിയും മറ്റും ഉള്ളതല്ലേ. ചെറുശ്ശേരി നമ്പൂതിരി: എന്താണിത്ര പരിഭ്രമം കറുത്തേടത്തിന്? പാട്ടുണ്ടാവും, അത് നമുക്ക് കേൾക്കുകയും ചെയ്യാം എന്നല്ലേ തീർച്ച. കേശവൻ നമ്പൂതിരി: ചെറുശ്ശേരിക്ക് വല്ല ശങ്കയും തോന്നുന്നുണ്ടോ? ചെറുശ്ശേരി നമ്പൂതിരി: ശിക്ഷ, എനിക്കെന്ത് ശങ്കയാണ് തോന്നുവാൻ? കറുത്തേടമല്ലേ ഒക്കെ ചട്ടം ചെയ്തത്. കേശവൻ നമ്പൂതിരി: ഛീ ഛീ, ഞാനൊന്നും ചട്ടം ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ചട്ടം ചെയ്യാനാണ്? ഇന്ദുലേഖ രാത്രി വീണപ്പെട്ടി പതിവായി വായിക്കാറുള്ളത് പോലെ ഇന്നും വായിക്കും. അപ്പോൾ കേൾക്കാമെന്ന് മാത്രമേ ഞാൻ നമ്പൂതിരിയോടും പറഞ്ഞിട്ടുള്ളൂ. ചെറുശ്ശേരി നമ്പൂതിരി: എങ്ങനെയെങ്കിലും ആവട്ടെ, ഇപ്പോൾ കറുത്തേടത്തിന് അതിനെക്കുറിച്ച് എന്താണൊരു പരിഭ്രമം? കേശവൻ നമ്പൂതിരി: പരിഭ്രമമൊന്നുമില്ല, യാതൊന്നുമില്ല. എന്നാൽ ഞാൻ പറഞ്ഞത് നമ്പൂതിരി തെറ്റായി ധരിക്കുമോ എന്നൊരു ശങ്ക. ഇന്ന് പാട്ടുണ്ടാവാതെ ഇരിക്കില്ല. ചെറുശ്ശേരി നമ്പൂതിരി: ആട്ടെ, നമ്പൂതിരിയെ കണ്ടിട്ട് ഇന്ദുലേഖയ്ക്ക് അനുരാഗം ഉണ്ടായോ? ആ കഥ കേൾക്കട്ടെ. കേശവൻ നമ്പൂതിരി: ഇന്ദുലേഖയ്ക്കോ? ചെറുശ്ശേരി നമ്പൂതിരി: അതെ. അപ്പോൾ കേശവൻ നമ്പൂതിരിയുടെ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു. മുഖത്ത് ഒരു കട്ടാരം കൊണ്ട് കുത്തിയാൽ ഒരു തുള്ളി ചോര കാണുകയില്ല. കുറേ നേരം ഒന്നും മിണ്ടാതെ നിന്നു. ഒടുവിൽ കേശവൻ നമ്പൂതിരി: ഇന്ദുലേഖയ്ക്ക് അനുരാഗം എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇംഗിരിയസ് പഠിച്ച സ്ത്രീകളുടെ സ്വഭാവം നോക്കൊന്നും മനസ്സിലാവില്ല എന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. പഞ്ചുമേനോൻ ഈ ത്രിഭുവനത്തിൽ ഒരാളെ പേടിയില്ലാത്ത ആളാണ്. അയാൾ എൻ്റെ പൗത്രിയായ ഈ ചെറുപെങ്കിടാവിനെ പേടിച്ച് കിടുകിടെ വിറയ്ക്കുന്നു. നമ്പൂതിരി മഹാകേമനായിട്ടുള്ള ആളല്ലേ. അദ്ദേഹത്തെ കണ്ടാലെങ്കിലും ഒന്ന് ഒതുങ്ങുമെന്ന് ഞാൻ വിചാരിച്ചുപോയി. എന്തോ നിശ്ചയിക്കാറായിട്ടില്ല. എനിക്ക് ഇംഗിരിയസു മാതിരി ഒന്നും നിശ്ചയമില്ല ചെറുശ്ശേരി. സർക്കാർ ആളുകളിൽ നൂൽക്കമ്പനി തിരിക്കുന്ന ഒരു സായിവിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ചെറുശ്ശേരി ഇത് കേട്ട് വല്ലാതെ ഉറക്കെ ചിരിച്ചുപോയി. ഒരു നിമിഷം ഒന്നായി ചിരിച്ച ശേഷം ചെറുശ്ശേരി നമ്പൂതിരി: നമ്പൂതിരിക്ക് ഇന്ദുലേഖയെ കിട്ടുമോ ഇല്ലയോ? അത് പറയൂ. കേശവൻ നമ്പൂതിരി: അത് പറയാറായിട്ടില്ല. ഇന്നത്തെ രാത്രി കഴിഞ്ഞാൽ ഞാൻ പറയാം. ഞാൻ ഈ കുട്ടിയുടെ വിഷമതകളൊന്നും അറിഞ്ഞില്ല ചെറുശ്ശേരി. ചെറുശ്ശേരി നമ്പൂതിരി: കുട്ടിക്ക് വിഷമതയോ? വിഷമതയൊന്നുമില്ല. ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്പൂതിരിപ്പാട് കുളി കഴിഞ്ഞെത്തി. ശ്ലോകം മടക്കിയത് വിചാരിച്ചിട്ട് നമ്പൂതിരിപ്പാട്ടിലേക്കും മനസ്സിൽ നല്ല ഉത്സാഹമുണ്ടായിരുന്നില്ല. എങ്കിലും ഇന്ദുലേഖയുടെ രൂപം ധ്യാനിക്കുക തന്നെയായിരുന്നു മനസ്സുകൊണ്ട് ചെയ്തിരുന്നത്. മുഷിഞ്ഞാൽ മുഷിഞ്ഞോട്ടെ, 9 മണിക്ക് കാണാമല്ലോ, കണ്ടുകൊണ്ടിരുന്നാൽ മതി, സംസാരിച്ചില്ലെങ്കിലും വേണ്ടതില്ല എന്നുള്ള ദിക്കായിരുന്നു നമ്പൂതിരിപ്പാട്ടിലേക്ക്. ഊൺ കഴിഞ്ഞ ശേഷം നമ്പൂതിരിപ്പാടും മറ്റും പൂവരങ്ങിലേക്ക് പുറപ്പെട്ടു. നമ്പൂതിരിപ്പാട്: ചെറുശ്ശേരി, ഇപ്പോൾ കുപ്പായം വേണ്ട, ധൂപ്പട്ടി മതി അല്ലേ? ചെറുശ്ശേരി നമ്പൂതിരി: അതെ. നമ്പൂതിരിപ്പാട്: ഗോവിന്ദാ, ആ പൊൻകുമിഴടിച്ച വെള്ളിച്ചെല്ലം സ്വർണ്ണ പനിനീർ വീശി ഇതുകളെടുക്കണം. സതിരിൽ മുമ്പിൽ അത് വെക്കണം. കേശവൻ നമ്പൂതിരി: പാട്ട് വീണപ്പെട്ടിയിന്മേൽ വച്ചാണ്, ഒരു കസാലയിന്മേൽ ഇരുന്നിട്ടാണ്, കൈകൊണ്ടാണ് പാട്ട്. സാധാരണ പായ വിരിച്ചിട്ടല്ല ഇവിടെ കണ്ടിട്ടുള്ളത്. നമ്പൂതിരിപ്പാട്: പെണ്ണുങ്ങളെ ഇംഗിരിയസ് പഠിപ്പിച്ചാലത്തെ ദുർഘടമാണിതെല്ലാം. കസാലയിന്മേൽ ഇരുന്നിട്ട് പാടാറുണ്ടോ? എന്തു കഥയാണിത്? പഞ്ചുവോട് പറയൂ. താഴത്തു പുൽപ്പായിലിരുന്നിട്ടാണ് ഇന്ന് ഇന്ദുലേഖ പാടേണ്ടതെന്ന് കറുത്തേടം പറയൂ. കേശവൻ നമ്പൂതിരി: പറയാം. ഈ സംഭാഷണം കഴിഞ്ഞ ഉടനെ നമ്പൂതിരിപ്പാടും പരിവാരങ്ങളും പൂവരങ്ങിലേക്ക് പുറപ്പെട്ടു. 4 കെട്ടിൽ വന്ന് നമ്പൂതിരിപ്പാട് ഒരു കസാലന്മേലിരുന്നു. കേശവൻ നമ്പൂതിരി പതുക്കെ ഇന്ദുലേഖയുടെ മാളികയിന്മേൽ കയറി ചെന്നപ്പോൾ പുറത്തളത്തിന്റെ വാതിൽ തട്ടിയടച്ചിരിക്കുന്നത് കണ്ടു. കേശവൻ നമ്പൂതിരിക്ക് അപ്പോൾ ഉണ്ടായ ഒരു വ്യസനവും പരിഭ്രമവും ഇന്ന പ്രകാരമെന്ന് പറവാൻ പാടില്ല. ഒന്ന് വിളിച്ചാലോ എന്ന് ആദ്യം വിചാരിച്ചു. സാധു ബ്രാഹ്മണന് ധൈര്യം വന്നില്ല. ഉടനെ അകായിൽ കൂടി തന്റെ ഭാര്യയുടെ അറയിൽ വന്നു. ഭാര്യ ഉറങ്ങാൻ ഭാവിച്ചു കിടക്കുന്നു. കേശവൻ നമ്പൂതിരി: ലക്ഷ്മിക്കുട്ടി, ലക്ഷ്മിക്കുട്ടി, ഞാൻ വലിയ അവമാനത്തിലായല്ലോ. ലക്ഷ്മിക്കുട്ടി അമ്മ എഴുന്നേറ്റ് നിന്നു.
ലക്ഷ്മിക്കുട്ടിയമ്മ: എന്താണ് അവമാനമായത്? കേശവൻ നമ്പൂതിരി: ഇന്നു നേമത്തെപ്പോലെ പാട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ നമ്പൂതിരിയെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. ഇന്ദുലേഖ തളത്തിന്റെ വാതിൽ തഴുതിട്ട് ഉറങ്ങിയിരിക്കുന്നു. ഞാൻ ഇനി നമ്പൂതിരിയോട് എന്തു പറയും? ലക്ഷ്മിക്കുട്ടിയമ്മ: ഉള്ള വിവരം പറയണം, അല്ലാതെ എന്താണ്? പാട്ട് നേമത്തെപ്പോലെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പറഞ്ഞതാണ്. ഇന്ന് പാട്ടില്ലെന്ന് തോന്നുന്നു. ഇന്ദുലേഖയുടെ മാളിക വാതിലടച്ച് അവൾ ഉറക്കായിരിക്കുന്നു. അതുകൊണ്ട് പാട്ട് നാളെ ആക്കാമെന്ന് പറയണം. ഇതിലെന്താണ് അവമാനം? കേശവൻ നമ്പൂതിരി: അല്പം ദുർഘടമുണ്ട്. ഞാൻ നമ്പൂതിരിയോട് നേരത്തെ പറഞ്ഞതിൽ അല്പം ദുർഘടമുണ്ട്. അതാണ് ഇപ്പോൾ വിഷമം. ലക്ഷ്മിക്കുട്ടിയമ്മ: എന്താണ് പറഞ്ഞത്? കേശവൻ നമ്പൂതിരി: അല്പം ദുർഘടമായി പറഞ്ഞുപോയി. ഇന്ദുലേഖ നേരത്തെ മാളികയിൽ നിന്ന് ദേഷ്യഭാവത്തോടെ ഇറങ്ങിപ്പോരുമ്പോൾ നമ്പൂതിരിപ്പാട്ടിലേക്ക് സുഖക്കേടുണ്ടാവാതിരിക്കാൻ അല്പം ദുർഘടമായി പറഞ്ഞുപോയി. പാട്ടുണ്ടാവും, 9 മണിക്ക് പാട്ടുണ്ടാവും എന്ന് പറഞ്ഞുപോയി. അതു സഫലമാക്കി തരണം. ലക്ഷ്മിക്കുട്ടി ഒന്ന് മുകളിൽ വന്ന് ഇന്ദുലേഖയെ വിളിക്കണം. ലക്ഷ്മിക്കുട്ടിയമ്മ: നല്ല ശിക്ഷ. ഞാനൊരിക്കലും വിളിക്കയില്ല. എന്താണ്, അവളുടെ സ്വഭാവം നല്ല നിശ്ചയമില്ലേ? നമ്പൂതിരിപ്പാട്ടിലേക്ക് പടിപ്പുര മാളികയിൽ എല്ലാ വിരിപ്പിച്ച് വേഗം ഇങ്ങോട്ട് വന്ന് ഉറങ്ങിക്കൊള്ളുകയേ വേണ്ടൂ. എന്തിനാണ് ഇത്രയെല്ലാം ബുദ്ധിമുട്ടുന്നത്? കേശവൻ നമ്പൂതിരി: ഛേ, അങ്ങനെ പാടില്ല. എന്നാൽ ഞാൻ പഞ്ചുമേനവനോട് പറഞ്ഞു നോക്കട്ടെ. ലക്ഷ്മിക്കുട്ടിയമ്മ: അങ്ങനെ തന്നെ. കേശവൻ നമ്പൂതിരി പഞ്ചുമേനവനെ അന്വേഷിച്ചപ്പോൾ അയാൾ നാലുകെട്ടിൽ നമ്പൂതിരിപ്പാടുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കേശവൻ നമ്പൂതിരി പഞ്ചുമേനവനെ അന്വേഷിച്ചപ്പോൾ അയാൾ നാലുകെട്ടിൽ നമ്പൂതിരിപ്പാടുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കേശവൻ നമ്പൂതിരി തെക്കേ അറയിൽ നമ്പൂതിരിപ്പാട് കാണാതെ നിന്ന് പഞ്ചുമേനവനെ കൈകൊണ്ടു മാടി വിളിച്ചു. പഞ്ചുമേനവൻ അകത്തേക്ക് ചെന്നു. വിവരങ്ങൾ പറഞ്ഞപ്പോൾ താൻ യാതൊന്നും പ്രവർത്തിക്കില്ലെന്ന് കോപത്തോടുകൂടി പറഞ്ഞു. പഞ്ചുമേനവൻ പിന്നെയും നാലുകെട്ടിലേക്ക് തന്നെ പോയി നമ്പൂതിരിപ്പാടോട് സംസാരിച്ചുകൊണ്ട് നിന്നു. കേശവൻ നമ്പൂതിരി തെക്കേയകത്തും വശായി. പിന്നെയും കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്പൂതിരിപ്പാട്: കറുത്തേടം എങ്ങോട്ട് പോയി? കാണാനില്ലല്ലോ. നേരം 10 മണി കഴിഞ്ഞുവല്ലോ. സതിർ 9 മണിക്ക് എന്നല്ലേ ആദ്യം വെച്ചിരുന്നത്? ഈ വാക്ക് കേട്ടപ്പോൾ കേശവൻ നമ്പൂതിരി ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു പിശാചിനെ പോലെ പുറത്തേക്ക് ചാടി. പഞ്ചുമേനോൻ: പള്ളിക്കുറുപ്പിനെയെല്ലാം പടിമാളികയിന്മേൽ ശട്ടം ചെയ്തിട്ടുണ്ട്. അടിയനു വയസ്സാണ്, നിൽപ്പാൻ പ്രയാസം. രാവിലെ തിരുമുമ്പാകെ വിടകൊള്ളാം എന്നു പറഞ്ഞ് അകത്തേക്ക് പോയി. പടിമാളികയിലാണോ എനിക്ക് ഉറക്ക് എന്നോർത്ത് നമ്പൂതിരിപ്പാട്ടിലേക്ക് അല്പം ദേഷ്യം തോന്നി. ആട്ടെ, പാട്ടും മറ്റും കഴിഞ്ഞിട്ടല്ലേ ഉറങ്ങേണ്ടൂ. അപ്പോഴേക്കും 2-3 മണിയാവും. അത്ര നേരം ഇന്ദുലേഖയുമായി ഒരുമിച്ചിരിക്കാമല്ലോ എന്നോർത്ത് സന്തോഷിച്ചു. നമ്പൂതിരിപ്പാട്: എന്താണ് കറുത്തേടം താമസം? ചെറുശ്ശേരി നമ്പൂതിരി: താമസമൊന്നുമില്ല. നമ്പൂതിരിപ്പാട്: മാളികയിന്മേലേക്ക് പോവുക. ചെറുശ്ശേരി വരൂ. ചെറുശ്ശേരി കുറെ പാട്ട് കേട്ടു മടങ്ങി വന്ന് ഉറങ്ങിക്കോളൂ. കേശവൻ നമ്പൂതിരി കുറേ നേരം ഒന്നും സംസാരിപ്പാൻ വയ്യാതെ നിന്നു. ഒടുവിൽ കേശവൻ നമ്പൂതിരി: ഇന്ദുലേഖയ്ക്ക് ശരീരത്തിന് കുറെ സുഖക്കേടുണ്ടെന്ന് തോന്നുന്നു. ഉറങ്ങിയിരിക്കുന്നു. മാളികയുടെ വാതിലടച്ചിരിക്കുന്നു. നമ്പൂതിരിപ്പാട്: കറുത്തേടത്തിനെ വിളിക്കരുതേ. പോയി വിളിക്കൂ. കേശവൻ നമ്പൂതിരി: വിളിച്ചു. നമ്പൂതിരിപ്പാട്: ഉറക്കെ വിളിച്ചു നോക്കൂ. കേശവൻ നമ്പൂതിരി: ഉറക്കെ വിളിച്ചു. നമ്പൂതിരിപ്പാട്: എന്നിട്ടോ? കേശവൻ നമ്പൂതിരി: വാതിൽ തുറന്നില്ല. നമ്പൂതിരിപ്പാട്: ശരീരത്തിന് സുഖക്കേടാണെന്ന് പറഞ്ഞുവോ? കേശവൻ നമ്പൂതിരി: പറഞ്ഞു. നമ്പൂതിരിപ്പാട്: പാടുക വയ്യ എന്ന് പറഞ്ഞുവോ? കേശവൻ നമ്പൂതിരി: പറഞ്ഞു. നമ്പൂതിരിപ്പാട്: എന്നാൽ മുകളിൽ വെടി പറയാമായിരുന്നുവല്ലോ. വാതിൽ തുറക്കില്ലേ? കേശവൻ നമ്പൂതിരി: തുറക്കില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. നമ്പൂതിരിപ്പാട്: ഒന്നുകൂടി പോയി നോക്കൂ. ചെറുശ്ശേരി നമ്പൂതിരി: അതു വെടിപ്പില്ല. ദീനം നാളേക്ക് സുഖമാവുമല്ലോ. വല്ല തലവേദനയോ മറ്റോ ആയിരിക്കും. നാളെ ഭക്ഷണം കഴിഞ്ഞ് സതിരാവാം. അതാണ് നല്ലത്. കേശവൻ നമ്പൂതിരി: അതാണ് നല്ലത്, സംശയമില്ല. നമ്പൂതിരിപ്പാട്: കറുത്തേടത്തിന്റെ പരിഗ്രഹത്തിന് പാട്ടില്ലേ? കേശവൻ നമ്പൂതിരി: ഇല്ല, അവളും ഉറക്കായിരിക്കുന്നു. നമ്പൂതിരിപ്പാടും ചെറുശ്ശേരി നമ്പൂതിരിയും പടിമാളികയുടെ മുകളിൽ പോയി. നമ്പൂതിരിപ്പാട്ടിലേക്ക് ലേശം ഉറക്കു വന്നില്ല. ഇന്ദുലേഖയെ തന്നെ വിചാരിച്ച് ഒരു ഭ്രാന്തനെപ്പോലെ നടന്നുകൊണ്ടിരുന്നു. ഒടുവിൽ ഗോവിന്ദനെ വിളിച്ച് മുറുക്കാനുണ്ടാക്കാൻ പറഞ്ഞു. ഗോവിന്ദൻ മുറുക്കാനെടുത്തുകൊണ്ട് നമ്പൂതിരിപ്പാടോട് പറയുന്നു: പള്ളിക്കുറുപ്പ് ഇന്നലെയും ഉണ്ടായിട്ടില്ല. കുറെ മുമ്പ് 12 അടിക്കുന്നത് കേട്ടു. വല്ല ചൊവ്വല്ലായും ഉണ്ടായാലോ എന്ന് അടിയന് വിചാരം. നമ്പൂതിരിപ്പാട്: വിധി, ആ ഇന്ദുലേഖ ആ മാളിക മുകളിൽ കിടക്കുമ്പോൾ ഇത്ര സമീപത്തിൽ ഇരുന്നും കൊണ്ട് എനിക്ക് എങ്ങനെ ഉറക്കം വരും?
ഗോവിന്ദൻ: എന്നാൽ പള്ളിക്കുറുപ്പ് ആ മാളികയിന്മേൽ തന്നെ വേണമെന്ന് അരുളി ചെയ്യാമായിരുന്നില്ലേ? നമ്പൂതിരിപ്പാട്: അത് പറഞ്ഞിട്ട് ഫലമില്ല. ഇന്ദുലേഖ ഇംഗിരിയസു മാതിരിക്കാരിയാണുപോൽ. സമയം നോക്കിയിട്ടേ ചെല്ലാൻ പാടുള്ളൂ. ഗോഷ്ഠിമയം. ആ പെണ്ണിന് ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ മുഖത്താട്ടിപ്പോരുമായിരുന്നു. എന്തൊരു കുറുമ്പാണ്. ആചാരം ഒന്നും പറയുന്നില്ല. സമന്മാരോട് പറയും പോലെ എന്നോട് സംസാരിച്ചു. എന്റെ മുമ്പിൽ ഇരിക്കണമെന്നു കൂടി താല്പര്യമുണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ അതിന് ഞാൻ സമ്മതിച്ചില്ല. എന്നാൽ ഒരു വിഡ്ഢിത്തം എനിക്കും വന്നിട്ടുണ്ട്. നേരത്തെ അവളെ കണ്ട ഉടനെ ഞാൻ വളരെ ഭ്രമിച്ച് എന്റെ സ്ഥിതിയൊന്നും ഓർക്കാതെ കുറച്ച് ഖനം വിട്ട് ചില ചാബല്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കുറെ കൂടി ബുദ്ധിമുട്ടിച്ച് പണം കുറെ പറ്റിക്കണമെന്ന് വിചാരമുണ്ടോ എന്നറിഞ്ഞില്ല. ഞാൻ പൊൻകടിയാൾ കൊടുത്തപ്പോൾ അതിന്മേൽ ബഹുദുരാശ കണ്ടു. വേഗം ഞാൻ ഇങ്ങോട്ട് തന്നെ വാങ്ങി. അത്ര വേഗം ഇതൊന്നും എന്നോട് പറ്റുകയില്ല. പൊൻകടിയാൾ മടക്കി വാങ്ങിയതുകൊണ്ടോ നീ നേരത്തെ ശ്ലോകം കൊണ്ട് ചെന്നപ്പോൾ വാങ്ങാഞ്ഞത് എന്നെനിക്കൊരു ശങ്ക. പക്ഷേ ആ ഗടിയാൾ കൊടുത്തു കളയാം. എനിക്ക് ബഹുമോഹം ഗോവിന്ദ. ഇങ്ങനെ ഒരു മോഹം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാലും ഞാൻ കാണുമ്പോൾ നല്ല ഖനം നടിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു സുഖമില്ല, മനസ്സിന് ലേശം സുഖമില്ല. വരണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങട്ട് ഇന്ദുലേഖയെ കൂടാതെ പോകുന്നതും ബഹു അവമാനം. മഹാവിഡ്ഢി കറുത്തേടത്തിന്റെ എഴുത്തുപ്രകാരം വന്നു. ഇപ്പോൾ ചെണ്ട കൊട്ടാറായി എന്ന് തോന്നുന്നു. മോശം, മഹാമോശം. ഇതെല്ലാം പറയുന്നത് ഗോവിന്ദൻ സ്വസ്ഥമായി കേട്ടു. വെറ്റില മുറുക്കാൻ ഉണ്ടാക്കിക്കൊടുത്തു കഴിഞ്ഞ ശേഷം സാധാരണ സമ്പ്രദായപ്രകാരം നമ്പൂതിരിപ്പാട്ടിലെ അടുക്ക് നിന്ന് പറയുന്നു: ഗോവിന്ദൻ, അടിയന് ഒന്ന് ഉണർത്തിക്കാനുണ്ട്. സമ്മതമുണ്ടെങ്കിൽ ഉണർത്തിക്കാം. നമ്പൂതിരിപ്പാട്: പറയൂ പറയൂ, ഉറക്കം എനിക്ക് ലേശം വരുന്നില്ല, പറയൂ. ഗോവിന്ദൻ: ഇന്ദുലേഖയ്ക്ക് രഹസ്യമായിട്ട് വേറെ ഒരു വിദ്വാനുണ്ടത്രേ. അവനുമായിട്ട് വലിയ ഇഷ്ടമാണത്രേ. ദുർനടപ്പുകാരിയാണ് ഇവൾ എന്നാണ് അടിയന് തോന്നിയത്. പിന്നെ കുറുമ്പും കലശല് തന്നെ. ഇംഗ്രിയസും മറ്റും വളരെ പഠിച്ചിരിക്കുന്നതുകൊണ്ട് ആ സമ്പ്രദായം കൊണ്ട് മനക്കിലേക്ക് ചെന്നാൽ അവിടെ പിടിക്കാൻ പ്രയാസം. സമ്പ്രദായം ഇനി മാറ്റാനും പ്രയാസം. ഇവിടെ പൂവള്ളി വീട്ടിൽ പഞ്ചുമേനവന്റെ മരുമകളായിട്ട് ഒന്നാന്തരം ഒരു കുട്ടിയുണ്ട്. അടിയൻ വൈകുന്നേരം അമ്പലത്തിൽ വന്നു പോകുന്നതും കണ്ടു. അതിന് ഇംഗ്രിയസും മറ്റും ഇല്ല. നല്ല പ്രകൃതമാണെന്ന് എല്ലാവരും പറയുന്നു. ആ പെണ്ണിന് തിരുമനസിലെ കണ്ടാൽ ബോധിക്കും. സാധിക്കാനും പ്രയാസമില്ല. അതുകൊണ്ട് അതിനുത്സാഹിക്കുന്നതാണ് നല്ലതെന്ന് അടിയന് തോന്നുന്നു. ഇനി തമ്പ്രാന്റെ തിരുമനസ് പോലെ. നമ്പൂതിരിപ്പാട്: ഹാ രസിക, ഗോവിന്ദ, മിടുമിടുക്കാ, കേമാ. ഇപ്പോൾ എനിക്ക് സുഖക്കേട് വളരെ തീർന്നു. ഈ കുട്ടിക്ക് ഇംഗ്രീസ് ഇല്ല, നിശ്ചയം തന്നെ അല്ലേ? ഗോവിന്ദൻ: അശേഷം ഇല്ല. പാവമാണ്, നല്ല സ്വഭാവം. ഇന്ന് അമറയത്ത് കഴിക്കുമ്പോൾ രണ്ടു നേരവും ഉത്സാഹിച്ചുകൊണ്ടിരുന്ന ശീനുപ്പട്ടരുടെ മകളാണത്രേ. നമ്പൂതിരിപ്പാട്: ആട്ടെ, കണ്ടാൽ അതിസുന്ദരിയോ? ഗോവിന്ദൻ: അതിസുന്ദരിയാണ്. നമ്പൂതിരിപ്പാട്: എന്നാൽ എനിക്കത് സമ്മതം. ഈ അധിക പ്രസംഗി ഇന്ദുലേഖയെ കെട്ടിവലിച്ചു കൊണ്ടുപോയാൽ തന്നെ 2 ദിവസം ശരിയായിരിക്കില്ല. ഗോവിന്ദൻ: അരുളി ചെയ്തത് ശരിയാണ്. നമ്പൂതിരിപ്പാട്: എന്നാൽ ശീനുപ്പട്ടരെ ഇപ്പോൾ തന്നെ വിളിക്കൂ. ഗോവിന്ദൻ: വരട്ടെ, ബന്ധപ്പെടേണ്ട. വെളിച്ചമാവട്ടെ. നമ്പൂതിരിപ്പാട്: എന്നാൽ കുട്ടിയെ ഒന്ന് എനിക്ക് കാണാമോ രാവിലെ? ഗോവിന്ദൻ: ധാരാളമായിട്ട് കാണാം. ഗോവിന്ദനുമായിട്ടുള്ള ഈ സംവാദം കഴിയുമ്പോഴേക്ക് പ്രഭാതമായി. എങ്കിലും നമ്പൂതിരിപ്പാട് ക്ഷീണം കൊണ്ട് കുറെ ഉറങ്ങിപ്പോയി.